എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്തയും സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പുമായിരുന്ന കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരായി അതിരൂപതയിലെ ചില വൈദികർ നേതൃത്വം കൊടുത്തു നിർമ്മിച്ച വ്യാജരേഖകളുടെ പിന്നിൽ വൻ ഗൂഢാലോചന നടന്നതായി തെളിയുന്നു. ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നേരിടുന്ന 3 വൈദികരും ഏതാനും അൽമായരും മാത്രമല്ല കുറ്റവാളികളെന്നും വിമത സംഘത്തിലെ ചില മെത്രാന്മാരും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന മറ്റു ചില പുരോഹിതന്മാർക്കും ഒരു സാമ്പത്തിക വിദഗ്ധനും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ടെന്നുള്ള ആധികാരിക ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഈ കേസിൽ പോലീസിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഈ കേസിൽ ആദ്യം കക്ഷി ചേർന്ന് അന്വേഷണം ആവശ്യപ്പെട്ട ഒരു സംഘടന മറ്റൊരു നിയമ പോരാട്ടത്തിനായി അഭിഭാഷകരെ സമീപിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. വ്യാജരേഖ കേസിന്റെ അന്വേഷണം 2018 പോലീസ് ആരംഭിക്കുന്നത്. ഈ രേഖകൾ തനിക്ക് ഫാദർ പോൾ തേലേക്കാട്ട് തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്ത് സീറോ മലബാർ സഭയുടെ സിനഡിൽ രേഖകൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് മാർ മാനത്തോടത്തിനെയും പോലീസ് പ്രതി ചേർത്തിരുന്നു. എന്നാൽ മാർ മാനത്തോടത്തിന് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കുകയും കേസിൽ സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. വ്യാജരേഖകളെ പറ്റിയുള്ള അന്വേഷണം തന്നെ വഴിമാറി പോയേക്കാം എന്ന സാഹചര്യം ഇതോടെ സംജാതമായി. ഈ ഘട്ടത്തിലാണ് കാത്തലിക് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡന്റ് ബിനു ചാക്കോ പഴയച്ചിറ കേസിൽ കക്ഷി ചേരുകയും വ്യാജരേഖകൾ നിർമ്മിച്ചത് ആരാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ അന്വേഷണമാണ് പ്രതികളായ ഫാദർ പോൾ തേലേക്കാട്ട്, ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ, ഫാദർ ടോണി കല്ലൂക്കാരൻ എന്നീ വൈദികരിലേക്കും ഏതാനും അൽമായരിലേക്കും എത്തിച്ചേർന്നത്. പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ വിചാരണ തുടങ്ങുന്ന ഘട്ടമായതോടെ രണ്ടാം പ്രതി തനിക്ക് പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് ഇപ്പോൾ കേസിന്റെ വിചാരണ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കേസിൽ കക്ഷി ചേർന്ന ആൾക്ക് കോടതി നടപടികളിലൂടെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. 2500ഓളം പേജുള്ള ഈ റിപ്പോർട്ട് പ്രകാരം അതിരൂപതയിലെ വിമതപക്ഷത്തിന് വീര്യം പകരുന്ന ഏതാനും മെത്രാന്മാർക്കും കുറെ വൈദികർക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനും വ്യാജരേഖയുടെ നിർമ്മാണത്തിലും ഗൂഢാലോചനയിലും നേരിട്ട് പങ്കുള്ളതായി മനസ്സിലാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് 2018-19 പോലീസ് നടത്തിയ അന്വേഷണം പൂർണ്ണമായിരുന്നില്ലെന്നും വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇനിയുമുണ്ടെന്നും അവരെ കൂടി കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും കാത്തലിക് ഫോറം ആവശ്യപ്പെടുന്നത്. വ്യാജരേഖകൾ സംബന്ധിച്ച ഈ മെയിൽ ലഭിച്ച ഉടൻ അതെല്ലാം വായിച്ചു തികഞ്ഞ സംതൃപ്തിയോടെ ഒരു മെത്രാൻ പ്രതികൾക്ക് കൺഗ്രാറ്റ്സ് എന്ന് മറുപടി അയച്ചതായി ഡിജിറ്റൽ തെളിവുകളിൽ കാണാം. കൂടാതെ വാട്സ്ആപ്പ്, ഇമെയിൽ എന്നിവയിലൂടെ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കുള്ളവരും തമ്മിൽ നിരന്തരം ആശയവിനിമയങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നു. വ്യാജരേഖകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധമുള്ള ഒരു വിദഗ്ധന്റെ പങ്കാളിത്തം പലരും സംശയിച്ചിരുന്നു. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തോടൊപ്പം കേസിലെ 1-ാം പ്രതിയുടെ ഇമെയിൽ ഇൻബോക്സിന്റെ സ്ക്രീൻഷോട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ ഫാദർ ടോണിക്ക് ഒരു പ്രമുഖ സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നുള്ള നിരവധി ഇമെയിലുകൾ ലഭിച്ചതായി കാണാം. ഈ വ്യാജരേഖയുടെ പേര് ദ അൺഎത്തിക്കൽ ഷെയർസ് ആൻഡ് മെർജേഴ്സ് ഓഫ് മാർ ജോർജ് ആലഞ്ചേരി എന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ ഓഹരികളിൽ ആലഞ്ചേരി പിതാവ് നിക്ഷേപം നടത്തിയിരിക്കുന്നുവെന്നാണ് ഈ രേഖ സമർത്ഥിക്കുന്നത്. സാങ്കേതിക വൈവിധ്യം ഏറെ ആവശ്യമുള്ള ഇത്തരം രേഖകൾ നിലവിൽ പ്രതികളായവർക്ക് നിർമ്മിക്കാൻ സാധ്യമല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് തുടരന്വേഷണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും. വ്യാജരേഖ നിർമ്മാണത്തിലും ഇതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്കും ഉൾപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സഭയോടൊപ്പം നിൽക്കുന്ന ഒരു പ്രമുഖ വൈദികൻ പറഞ്ഞത്. എത്രമേൽ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയാണെങ്കിലും സഭയ്ക്കെതിരെയും സഭയുടെ ശ്രേഷ്ഠ പുരോഹിതനെതിരെയും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്.